നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ ഒരു വീക്ക്ലി അനാലിസിസ് നടത്താൻ പോവാണ്. അതിൽ നമ്മൾ വീക്ക്ലി സപ്ലൈ സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ നമുക്കൊരു അനാലിസിസ് നടത്താം, സിമ്പിളായിട്ട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് ആ പാറ്റേൺ? എല്ലാവർക്കും അറിയാം. ട്രേഡിങ്ങിൽ വന്നിട്ട് ഈ ഒരു പാറ്റേൺ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും. ദിസ് ഈസ് കോൾഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ്. ഈ ഒരു കളർ മാറ്റം നമുക്ക് മനസ്സിലാവും. ഈ ഒരു റെഡ് ലൈനാണ് നമുക്ക് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആൻഡ് ഇപ്പോഴത്തെ സപ്പോർട്ട് ലെവൽ ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സപ്പോർട്ട്. ഇവിടെയാണ് നമുക്ക് സപ്പോർട്ട് ലെവൽ വരുന്നത്. ഈ ഒരു ഏരിയയാണ് സപ്പോർട്ട് ലെവൽ വരുന്നത്. ആക്ച്വലി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന നെക്സ്റ്റ് ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരണം, റീടെസ്റ്റ് തരണം, തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് പിന്നുള്ളൊരു വീക്ക്ലി ഡിമാൻഡിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ല, ബട്ട് ഇതല്ല സിനാരിയോ. ഈ ഒരു സിനാരിയോ അല്ല നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡ് അല്ല മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നടക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് വന്ന് തിരിച്ച് റീടെസ്റ്റ് തന്ന് തിരിച്ച് നമ്മുടെ ഓൾ ടൈം ഹൈയിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അത് ഒരു അപ് ട്രെൻഡ് ഫോളോ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഡൗൺ ട്രെൻഡ് മാറിയിട്ട് ഒരു അപ് ട്രെൻഡ് ആയിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. സോ രണ്ട് സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ കൂടുതലും എന്താണ് വരാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. ആകെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരൊറ്റ പോയിന്റ് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. വൺസ് ദിസ് ലെവൽ ആസ് എ ബ്രേക്ക് ഔട്ട് ദെൻ മാർക്കറ്റ് ടെൻസ് ടു ഗോ അപ്പ്. ഓക്കെ, ഇല്ല താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് റീടെസ്റ്റിൽ നിങ്ങൾക്ക് എൻ്റർ എടുക്കാം അടുത്തൊരു നെക്സ്റ്റ് ഡിമാൻഡ് സോണിലേക്കായിരിക്കും അതിൻ്റെ ഒരു വരവ്. ഓക്കെ, സോ സിമ്പിളായിട്ട് ഒരു അനാലിസിസ് നമ്മളിപ്പോൾ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ. ഞാൻ പറഞ്ഞു ഈ ഒരു സിനാരിയോ മാത്രമല്ല നമുക്ക് വരാൻ പോകുന്നത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് റീടെസ്റ്റ് വന്ന് തിരിച്ച് കയറാനുള്ളൊരു ചാൻസും ഉണ്ട്. സോ ഈ ഒരു ലെവലാണ് നമ്മൾ വാച്ച് ഔട്ട് ചെയ്തത്. Okay. Peace out. Bye-bye.